ജർമ്മനിയിൽ സൗജന്യമായി പഠിക്കാം. ലോകത്തിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളുടെ കേന്ദ്രമായ ജർമ്മനി വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദേശ വിദ്യാഭ്യാസം നേടാൻ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഹായ്, ദിസ് ഇസ് പ്രിമ ആക്സസ് ഓവർസീസ് കരിയേഴ്സ്. ജർമ്മൻ സൗജന്യ പഠനത്തെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഞാനിതാ. പ്രധാനമായും ജർമൻസ്, യൂറോപ്യൻസ്, മറ്റ് എല്ലാ യൂറോപ്യൻ ഇതര രാജ്യക്കാർക്കും ജർമ്മനിയിൽ ട്യൂഷൻ ഫീസ് ഇല്ലാതെ സൗജന്യമായി പഠിക്കാൻ കഴിയും. അതിന് നിങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ പുറത്തു നിന്നുള്ളവർ ആണോ എന്നത് പ്രശ്നമല്ല. പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെ മിക്കവാറും എല്ലാ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും ഇത് ബാധകമാണ്. ഇനി നിങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ പുറത്തു നിന്ന് ഉള്ളവർ ആണെങ്കിൽ സ്റ്റുഡൻറ് വിസ എടുക്കേണ്ടി വരും എന്ന് മാത്രം. ജർമ്മനിയിലെ ഒട്ടുമിക്ക എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കാം. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം 300-ൽ-അധികം പബ്ലിക് യൂണിവേഴ്സിറ്റികളും 1000-ൽ-അധികം കോഴ്സുകളും ലഭ്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ധാരാളം ഓപ്ഷനുകൾ ഉണ്ട്. ജർമ്മനിയിലെ ഏറ്റവും വലിയ പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ ഞാനൊന്ന് പറയാം. യൂണിവേഴ്സിറ്റി ഓഫ് കൊളോൺ, ലൂഡ്വിഗ് മാക്സിമിലിയൻസ് യൂണിവേഴ്സിറ്റി മ്യൂണിക് LMU, Goethe University Frankfurt, RWTH Aachen University, University of Münster, Ruhr University Bochum, University of Duisburg-Essen, Universität Hamburg, FAU Erlangen-Nürnberg, and Technical University Munich TUM. യൂറോപ്പിലും ലോകത്ത് ഏതാണ്ട് എല്ലായിടത്തും പഠനത്തിനായി ആ രാജ്യത്ത് വരുന്ന വിദേശികളിൽ നിന്ന് ട്യൂഷൻ ഫീസ് ഈടാക്കുന്നുണ്ട്. ഇന്ത്യ, ചൈന അല്ലെങ്കിൽ മറ്റെവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാൻ കഴിയുന്ന യൂറോപ്പിലെ ഏക രാജ്യമാണ് ജർമ്മനി. വിദ്യാഭ്യാസത്തെ വാണിജ്യ ഉൽപ്പന്നമായി കണക്കാക്കരുതെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗജന്യ പ്രവേശനവും സാമ്പത്തിക വളർച്ചയും ക്ഷേമവും ഉറപ്പാക്കുന്നുവെന്നും ജർമ്മനി പൊതുവെ വിശ്വസിക്കുന്നു. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചവയാണ്. കൂടാതെ ഒരു വിദേശ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ലോകോത്തര വിദ്യാഭ്യാസം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അന്താരാഷ്ട്ര റാങ്കിങ്ങിലെ മികച്ച 100 സ്ഥാപനങ്ങളിൽ പല ജർമ്മൻ യൂണിവേഴ്സിറ്റികളും പതിവായി സ്ഥാനം പിടിക്കുന്നുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെ ഉന്നത വിദ്യാഭ്യാസം ട്യൂഷൻ രഹിതമാണ് എന്നത് ജർമ്മൻ സർക്കാരിൻ്റെ ഒരു പോളിസി കൂടിയാണ്. ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടും. സാധാരണയായി നിങ്ങൾക്ക് ജർമ്മനിയിൽ സൗജന്യമായി പഠിക്കാൻ കഴിയും. എന്നാൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാകുന്നത്. പക്ഷേ ജർമ്മനിയിൽ ഏകദേശം 100ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. നിങ്ങൾ പഠിക്കുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് നൽകേണ്ടതായി വരും. ആ ട്യൂഷൻ ഫീസ് വർഷം 10 ലക്ഷം രൂപയോളം വരും. പക്ഷേ മാർക്ക് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അർഹത നേടാനാവും. പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ സാധാരണയായി ട്യൂഷൻ ഫീസ് ഒന്നുമില്ലെങ്കിലും സെമസ്റ്റർ ഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് എന്ന് വിളിക്കുന്ന ഒരു തുക നിങ്ങൾ നൽകേണ്ടി വരും. എന്നാൽ ഇതൊരു ചെറിയ തുകയാണ്. മിക്കപ്പോഴും മുഴുവൻ സെമസ്റ്ററിനും ഏകദേശം 300 മുതൽ 400 യൂറോ വരെ തരാം. ആ തുകയിൽ മിക്കവാറും ആ സെമസ്റ്റർ സമയത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗം കൂടി ഉൾപ്പെടുന്നു. ഇതുകൂടാതെ താങ്ങാനാവുന്ന ജീവിത ചെലവുള്ള പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നാണ് ജർമ്മനി. നിങ്ങൾ പഠിക്കുന്ന നഗരത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് പ്രതിമാസം 800 യൂറോ ചെലവിൽ ജീവിക്കാൻ സാധിക്കും. മ്യൂണിക്, ഫ്രാങ്ക്ഫർട്ട് അല്ലെങ്കിൽ ഹാംബർഗ് പോലുള്ള വലിയ നഗരങ്ങളാണ് നിങ്ങൾക്ക് ജീവിക്കാൻ നല്ലത്. ജർമ്മനിയിൽ വിദേശ വിദ്യാർത്ഥികൾക്കായി ധാരാളം സ്കോളർഷിപ്പുകൾ ഉണ്ട്. ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസിന് DAAD ഒരു ഔദ്യോഗിക സ്കോളർഷിപ്പ് ഡേറ്റാബേസ് ഉണ്ട്. അനുയോജ്യമായ സ്കോളർഷിപ്പ് ഓപ്ഷനുകൾ തിരയാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. പഠനത്തോടൊപ്പം ആഴ്ചയിൽ 20 മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്യാനും ജീവിത ചെലവ് കണ്ടെത്താനുമുള്ള അനുമതി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ജർമ്മനി ഓഫർ ചെയ്യുന്നുണ്ട്.
ജർമ്മൻ ഭാഷയിൽ നടത്തുന്ന കോഴ്സുകൾക്ക് ജർമ്മൻ ഭാഷാ പ്രാവീണ്യം ആവശ്യമാണ്. എന്നാൽ പല യൂണിവേഴ്സിറ്റികളും 100% ഇംഗ്ലീഷ് ഭാഷയിൽ നൂറുകണക്കിന് കോഴ്സുകൾ നടത്തുന്നുണ്ട്. അത്തരം കോഴ്സുകൾ ജർമ്മൻ ഭാഷ അറിയാതെയും പഠിക്കാൻ സാധിക്കും. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ജോലിയുടെ കാര്യം വരുമ്പോൾ IT മേഖല ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയിലും ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റികൾ തന്നെ സൗജന്യമായി ജർമ്മൻ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പഠിക്കുന്ന 2 കൊല്ലം കൊണ്ട് പരിശ്രമിച്ചാൽ ഭാഷാ പ്രാവീണ്യം നേടാവുന്നതേയുള്ളൂ. ഇന്ത്യയിൽ ജർമ്മൻ ഗവൺമെന്റ് പങ്കാളിത്തത്തോടെ നടത്തുന്ന ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രം തിരുവനന്തപുരത്തും ഉണ്ട്. തീർച്ചയായും നിങ്ങൾ യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള ആളാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 18 മാസത്തെ റെസിഡൻസ് പെർമിറ്റിനായി അപേക്ഷിക്കാൻ സാധിക്കും. അത്തരമൊരു തൊഴിൽ അന്വേഷക വിസ ഉപയോഗിച്ച് നിങ്ങളുടെ യോഗ്യതകൾക്ക് അനുയോജ്യമായ ഒരു ജോലി നിങ്ങൾക്ക് തിരയാൻ കഴിയും. ഈ ഒരു കാലയളവിൽ ഏത് തരം ജോലി ചെയ്യാനും നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ഒരു ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ നിബന്ധനകൾക്ക് വിധേയമായി തുടർ താമസത്തിനും പിന്നീട് സ്ഥിര താമസത്തിനും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിസിറ്റ് www.accessourcescareers.com.